നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രമോദ് ചിറ്റൂർ. എൻ്റെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഞാൻ ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. എന്താന്ന് വെച്ചാല്, എൻ്റെ കഴിഞ്ഞ പ്രോഗ്രാം ഇഷ്ടം പോലെ ആൾക്കാര് കാണും. കാരണം ഞാൻ ഒരു ദിവസമായിട്ടുള്ളൂ ഇട്ടിട്ട്. പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാര് കണ്ടിട്ട് എന്നോട് ഫോൺ ചെയ്തൊക്കെ പറഞ്ഞു. എനിക്ക് അതായത് എൻ്റെ അച്ഛൻ്റെ നാട്ടിലൊക്കെ ആൾക്കാര് ഫോൺ ചെയ്ത് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അവർക്ക് എന്താ അത്ര അവർക്ക് ഒന്നും കൂടി സന്തോഷമായത് എന്താന്ന് വെച്ചാ, ആ നാട്ടിൻ്റെ പേര് ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞ എൻ്റെ പ്രോഗ്രാമില്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ പ്രമോദ് ചിറ്റൂർ. അതായത് ഞാൻ എപ്പോഴും എൻ്റെ അഡ്രസ്സ് ഫുൾ പറയും. കാരണം എന്തറിയോ? എനിക്ക് കുറേ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ പാട്ട് കേട്ടിട്ടും അതുപോലെ കണ്ടിട്ടും എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടൊക്കെ നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, വേറെ ആരെങ്കിലുടെയാണ് എന്ന് വിചാരിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പ്രമോദ് ചിറ്റൂർ, പ്രമോദ് മേനോനും ഞാൻ തന്നെ, പ്രമോദ് ഇയും ഞാൻ തന്നെ. എൻ്റെ നാട് പറയുന്നത്, അതായത് എൻ്റെ ഡിസ്ട്രിക്റ്റ് പാലക്കാട്, പിന്നെ എൻ്റെ താലൂക്ക് ചിറ്റൂര്, എൻ്റെ പോസ്റ്റ് ഓഫീസ് വന്നിട്ട് വിളയോടി. അപ്പോൾ ഞാൻ താമസിക്കുന്നത് തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഈ നമ്മുടെ താമരക്കുളം പറഞ്ഞ സ്ഥലമുണ്ട് അടുത്ത്. അതിൻ്റെ അടുത്താണ് ഈ ഏറാട്ടത്തറ. അവിടെ ഞാൻ വത്സലമ്മ പറഞ്ഞവരുടെ മകനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് യുബാൽ സുബ്രഹ്മണ്യൻ നായർ. അദ്ദേഹത്തിൻ്റെ നാട് മോഴിബിലോണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല മനുഷ്യർ, വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാരുള്ള ഒരു നാടാണ് മോഴിബിലത്തെ ആൾക്കാർ. അതായത് എൻ്റെ അച്ഛൻ്റെ നാട്ടുകാരൊക്കെ വളരെയധികം നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. അതുമാതിരി തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നാടായ, അതായത് ഇവിടെ വിളയോടി, അതായത് താമരക്കുളത്തിൻ്റെ അടുത്തുള്ള ഏറാട്ടത്തറയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കെന്താ പറയാ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ഒരു വലിയ സന്തോഷം അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ പല പ്രോഗ്രാമുകളും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ തമിഴ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രോഗ്രാം ഇപ്പോൾ തമിഴ് പാട്ടാണെങ്കിൽ ഞാൻ തമിഴ് സംസാരിക്കും, ഹിന്ദി പാട്ടാണെങ്കിൽ ഞാൻ ഹിന്ദി സംസാരിക്കും. അതുപോലെ ഇപ്പം ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിന് മാത്രമായിട്ട് എൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾക്കാർ എടുത്തെടുത്ത് പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം എൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ പറഞ്ഞു. അതായത് കൺകൾ ഇരണ്ടാൾ പണ്ടൊരു തമിഴ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ പാട്ടെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ഫ്ലയിങ് കിസ് അടിക്കണ്ടായിരുന്നു. അപ്പോൾ അതുപോലും എൻ്റെ വളരെ നന്നായിട്ടുണ്ട്, ആ ഫ്ലയിങ് കിസ് പോലും വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ നാട്ടിലെ ആൾക്കാർ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, അത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം നമ്മുടെ പ്രോഗ്രാം അവർ അത്രയും അക്യുറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുമാതിരി ഞാൻ മറ്റേ ബുള്ളറ്റ് സോങ് പറഞ്ഞിട്ട് ഒരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു വാര്യർ പറഞ്ഞ ഫിലിമിലെ. അപ്പോൾ അതിൽ എൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ ശരി, എൻ്റെ ഡാൻസ് ആണെങ്കിൽ ശരി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ പ്രോഗ്രാം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ 256 വീഡിയോ ആണ്. ഈ 256 വീഡിയോ ആൾക്കാർ നന്നായിട്ട് രസിച്ച് കാണുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം എന്നെ ജനങ്ങൾ ഇത്ര ഇഷ്ടപ്പെടേണ്ടതെന്ന് അറിഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം അതായത് അസൂയക്കാർ പോലും എൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, എനിക്ക് അസൂയക്കാരെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, അസൂയക്കാരെ നിങ്ങൾ പ്രോഗ്രാം കാണണ്ട എന്ന് പറഞ്ഞാൽ അവർ പ്രോഗ്രാം കാണുന്നുണ്ട്. കാരണം എങ്ങനെയായാലും അവർ ആ പ്രോഗ്രാം കാണുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ കാണണ്ട പറഞ്ഞാൽ അവർ കാണും. അപ്പോൾ അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ കാണുന്നവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കെന്ത് ഈ അസൂയക്കാരെ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ, അതുകളില്ലാത്ത പറയും, നുണ പറഞ്ഞു വരത്ത്. ഇപ്പോൾ നമ്മുടെ നാട്, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന അതിൻ്റെ അടുത്തുള്ളവരൊക്കെ നുണ പറഞ്ഞ് ഭയങ്കര നുണ പറയും. ഓരോ ദിവസവും ഓരോ നുണ പറയും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത്. എന്തായാലും എന്ത് പണ്ടാരാവട്ടെ, കാണുന്നവരൊക്കെ കണ്ടോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടമുള്ളത് ഈ നല്ല മനസ്സുള്ള ആൾക്കാർ ഒക്കെ കാണുന്നതാണ് എനിക്കിഷ്ടമുള്ളത്. അതായത് എന്നെ ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇത്ര വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് വിളിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് പറയുന്നത്. എന്താ വെച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് അത്രയും നന്നായിട്ട് അവർക്ക് ഓരോ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അവർ വീണ്ടും വീണ്ടും ഇനി നമുക്ക് അവരുടെ എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം കാണണമെന്ന് പറഞ്ഞിട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ തന്നെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഓരോന്നും വളരെ മനോഹരമായിട്ടുള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെ അടുത്ത പ്രോഗ്രാം കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ ആദ്യം വളരെ 2-3 ആഴ്ച കൂടുമ്പോഴേ ചെയ്യും. ഇപ്പം ഞാൻ ദിവസങ്ങളിൽ അടുത്തടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. അവരതാ പറയുന്നത്, സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ ഓരോ പ്രോഗ്രാം നന്നായിട്ടുണ്ട്. അതായത് സ്കിൽ പെർഫോമൻസ് ആണെങ്കിൽ ശരി, അതുപോലെ തന്നെ മിമിക്രി ആണെങ്കിൽ ശരി, പാട്ടാണെങ്കിൽ ശരി, ഡാൻസ് ആണെങ്കിൽ ശരി, ഒക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം. കാരണം ഇത്രയും
ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എന്താ വെച്ചു, ഞാൻ കുഞ്ചാക്കോ ബോബൻ സാർ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒരു പാട്ട് പാടണമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഗോഡ് ഫോർ സെയിൽ പറഞ്ഞ പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം കോർട്ട് സീനിൽ, അതായത് ബാബു ജനാർ സാറെ ഡയറക്റ്റ് ചെയ്ത ഗോഡ് ഫോർ സെയിൽ കോർട്ട് സീനിൽ ഞാനൊരു ക്ലർക്കായിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ താടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സീൻ. അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചോളം വളരെ ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത്. വളരെ നല്ല സ്വഭാവം, നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഞങ്ങൾക്കെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആളുടെ ഒരു പാട്ട് എങ്ങനെയെങ്കിലും ഒരു എൻ്റെ പ്രോഗ്രാമിൽ വെക്കണമെന്ന് വെച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിം ഉണ്ടല്ലോ, അനിയത്തിപ്രാവ്. അപ്പോൾ അതിലൊരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കരോക്കെ ഇട്ടിട്ടാണ് കേട്ടോ പാടുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പടത്തിലൊരു പാട്ട് ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ശരി എൻ്റെ പ്രോഗ്രാമിലത് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, നോക്കാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവാം. ഒരു രാജമല്ലി വിടരുന്ന പോലെ ആയതോട്ട് പാടാം. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാരില്ലെങ്കിൽ വിചാരിക്കും നമ്മൾ റെക്കോർഡായിട്ടാണ് ഈ പാട്ട് പാടുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി പാടാം. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ പാടുകയാണ്. അല്ല, ഞാൻ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഈ സമയത്താണ് അത് പാട്ട് പാടുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ ഞാൻ പാടുന്നതാണ്, അല്ലാണ്ട് മറ്റേ റെക്കോർഡായിട്ടോ മറ്റുള്ള ഇതായിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ പാടുന്ന പാട്ടാണ് നിങ്ങൾക്ക് ഇതാവുന്നത്. നോക്കിക്കോളൂ, ആയതോട്ടല്ലേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകൂടം, അറിയുകില്ല നീയാരോ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു സുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകൂടം, അറിയുകില്ല നീയാരോ. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ പാടുന്നത്. അതായത് ഇങ്ങനെ വെച്ചിട്ടാണ് പാടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ശരിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇപ്പോൾ ഈ കാര്യമൊക്കെ ഞാൻ വേറെ ഇട്ട് തരാം. പാട്ട് ഞാൻ ഇതിന് കഴിഞ്ഞിട്ട് പാടാം, അത് വേറെ കാര്യം. കാരണം ഇത് അത്ര അക്യുറേറ്റ് പറയുന്നു. പല ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട്. നോക്കിക്കോളൂ, ഇത് കാര്യമൊക്കെ മാത്രമേ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഇതാ, കരയൊക്കെ മാത്രമാണ്, അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഇതിലാണ് കരയൊക്കെ ഇടുന്നത്. ഇപ്പം നമ്മൾ പാടിയില്ലെങ്കിൽ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും, അല്ലാണ്ട് റെക്കോർഡായിട്ടല്ല. നോക്കോളൂ, ഇതാണ് പാടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊക്കെ നമ്മൾ പാടേണ്ട ഇതാണ് കരയൊക്കെ. കാരണം നമ്മൾ മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ പാടുന്ന ഒരു ഇതാണ് കരയൊക്കെ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ പാടേണ്ട സ്ഥലമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നമുക്ക് പാടാം കേട്ടോ. നോക്കിക്കോളൂ, ആദ്യം തൊട്ട് നമുക്ക് പാടാം. അല്ലാണ്ട് ആൾക്കാർ വിചാരിക്കുക ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അത് മാത്രം ഇങ്ങനെ ആഡ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ല സംഭവം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പാടുന്നത് തന്നെയാണ്. ഇപ്പം എന്താണോ അത് പാടുന്നത് തന്നെയാണ്. ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ പരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകുടം. അറിയുകില്ല നീയാരോ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ പരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകൂടം. അറിയുകില്ല നീയാരോ. ഉണർന്നുവോ മൂളം തണ്ടിലൊരീണം, പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം. ഉണർന്നുവോ മൂളം തണ്ടിലൊരീണം, പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം. തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എൻ്റെ നൈവേദ്യമാക്കി. കൂടെ വിടെ മുല്ലക്കാട് വിടെ, ചെല്ലക്കാറ്റിനോടാ കഥ പറയുകില്ലേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ പരമരുളി എന്നിലൊരു സുഖം. തെളിഞ്ഞുവോ കാവിൽ ചെണ്ടിലും നാണം, അലിഞ്ഞുവോ കിളിക്കൊഞ്ച കേട്ടൻ നെഞ്ചകം. തെളിഞ്ഞുവോ കാവിൽ ചെണ്ടിലും നാണം, അലിഞ്ഞുവോ കിളിക്കൊഞ്ചൽ കേട്ടൻ നെഞ്ചകം. നിറഞ്ഞു തൂവിയ മാത്രകളെല്ലാം നിനക്കായി വെൺമണി മുത്തുകളാക്കി. താമരയിൽ കന്നിപ്പൂവിതളിൽ എന്നെ ചേർത്തുന്ന പുൽകിനി മയങ്ങുകില്ലേ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ പരമരുളി എന്നിലൊരു സുഖം. കറുകനാമ്പിലും മധുകണം, കവിത എന്നിലും നിറകൂടം. അറിയുകില്ല നീയാരോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ കരോക്കെ ഇട്ടിട്ട് പാടുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എല്ലാ പ്രോഗ്രാം ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയല്ല. ഇങ്ങനെയാണ് ഞാൻ എല്ലാ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഈ അസൂയക്കാരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. അതായത് ഇതിപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്ത് ഓരോ നോണം പറഞ്ഞുണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനതാണ് ഈ അസൂയക്കാരോട് എൻ്റെ പ്രോഗ്രാം കാണണ്ടെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ നാട്ടുകാരെമാരെയൊക്കെ നല്ല ആൾക്കാർ ഈ പ്രോഗ്രാം കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. നല്ല മനസ്സുള്ളവർ എൻ്റെ പ്രോഗ്രാം കാണണം കേട്ടുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. കാരണം ഞാനിപ്പോൾ നല്ല മാന്യതയോടുകൂടി നടന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അധ്യാപകനായിട്ട് 10 വർഷത്തോളം വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം കാണുന്നതും അതനുസരിച്ചുള്ള മാന്യതയുള്ള ആൾക്കാരാണെങ്കിൽ, സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷം. പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ നാട്ടിലൊക്കെ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ വളരുന്ന ആ സമയത്ത് ഒരു എന്താ പറയുക,
കാലത്താണെങ്കിലും ശരി, യൗവന കാലത്താണ് ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഞാനിങ്ങനെ ആൾക്കാരോട് അടിതടിയൊന്നും ഉണ്ടാക്കില്ല. ഒരു പ്രശ്നത്തിനും പോവില്ല. വേറൊരു കാര്യം എന്താ അറിയോ? ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ അതായത് അങ്ങടായിട്ട് ഞാനൊന്നും പോവില്ല. ഒരുത്തനെ ഞാൻ തല്ലാനും പോവില്ല. ഒരുത്തനെ അതായത് ഒരു ഞാൻ ഒരു കാര്യത്തിന് ഞാൻ പോവില്ല. അതായത് ഞാൻ ഇതുവരെ ഒരുത്തൻ്റെ കയ്യിന്ന് തല്ല് വാങ്ങിച്ചിട്ടുമില്ല. തല്ല് വാങ്ങിച്ചിട്ടുമില്ല. ഒരുത്തനെ ഞാൻ തല്ലിയിട്ടുമില്ല എൻ്റെ നാട്ടിൽ. പക്ഷേ എൻ്റെ ജോലി പരമായിട്ട് എനിക്ക് ഈ കള്ളുകുടിയന്മാരെയൊക്കെ അടിച്ച് ഓട്ടിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തല്ല് കൊടുത്ത് അവന്മാരെ അടിച്ച് ഓട്ടിച്ചിട്ടുമുണ്ട്. അവന്മാർ പിന്നെ തിരിഞ്ഞ് ആ പ്രദേശത്ത് അവന്മാർ വന്നിട്ടില്ല, കാരണം എന്നെ പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതായിട്ടുണ്ട്. എന്താ വെച്ചാൽ അതായത് നമ്മളായിട്ട് നമ്മൾ പോവില്ല. പക്ഷെ വേണ്ടി വന്ന യവനാണെങ്കിൽ ശരി, അവനെ അടിച്ച് പല്ല് കൊഴിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അവൻ്റെ അടിച്ച് അണപ്പല്ല് തെറിപ്പിക്കാനുള്ള കഴിവും എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങടായിട്ടൊന്നും പോവില്ല. ഇങ്ങടെ എവനെങ്കിലും വന്ന അവന്മാരെ ഞാൻ വിടില്ല, അത് ഉറപ്പാണ്. എന്ത് പണ്ടായത്തിനാവും അങ്ങനത്തെ ഉള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ എൻ്റെ പ്രോഗ്രാം കാണാം. നാറികൾ അങ്ങനത്തെ ഉള്ളവർ കാണാൻ പാടില്ല. നല്ല ആൾക്കാർ എൻ്റെ പ്രോഗ്രാം കാണാം, നല്ല മനസ്സുള്ളവർ എൻ്റെ പ്രോഗ്രാം കാണാം കേട്ടോളൂ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അത്രയും ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞില്ലാണ് എനിക്ക് വലിയ സന്തോഷം. എനിക്ക് എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ പറയണത് നിങ്ങളൊക്കെ സീരിയലിലൊക്കെ വരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഞാനൊരു സീരിയലിൽ വരും. അപ്പം നിങ്ങൾ എന്നെ സീരിയലിൽ കാണും, അത് ഉറപ്പാണ്. 100% ഉറപ്പാണ്. ഞാൻ സീരിയലിൽ വന്നിരിക്കും, നിങ്ങൾ എന്നെ സീരിയലിൽ കണ്ടിരിക്കും. ഓക്കെ.